എൻ്റെ പേര് അബൂബക്കർ സിദ്ദീഖ്. ഞാൻ ഗവൺമെൻറ് ലോ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയാണ്. ഞാൻ ചോദിക്കുന്നത്, നമ്മളിപ്പോൾ മുസ്ലിങ്ങളുടെ ദേശസ്നേഹത്തെക്കുറിച്ചുള്ള ചർച്ചയിലാണ്. സ്വാഭാവികമായിട്ടും മുസ്ലിങ്ങളുടെ ദേശസ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് രക്തം നൽകിയിട്ടുള്ളവർ, അദ്ദേഹം പറഞ്ഞതുപോലെ, അക്ബർ സാഹിബ് പറഞ്ഞതുപോലെ, ആമുഖ പ്രഭാഷണത്തിൽ പറഞ്ഞതുപോലെ, രക്തം നൽകിയിട്ടുള്ളവരും സമ്പത്ത് നൽകിയിട്ടുള്ളവരും സ്വന്തം ജീവൻ നൽകിയിട്ടുള്ള ആളുകളുമാണ്. അത് ഈ രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും ചരിത്രം വായിക്കുന്ന മുഴുവൻ ആളുകൾക്കും വളരെ വ്യക്തമായി അറിയുന്നു. എന്നാൽ ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് മുസ്ലിങ്ങൾ ഈ രക്തം നൽകിക്കൊണ്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എതിർഭാഗത്ത് നമ്മുടെ ആവശ്യം, അല്ലെങ്കിൽ നമ്മുടെ രക്തം, അല്ലെങ്കിൽ നമ്മുടെ ശാരീരിക ആരോഗ്യം ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്യാൻ ഉപയോഗിക്കുകയല്ല വേണ്ടത്, മറിച്ച് ഈ രാജ്യത്തിൻ്റെ ശത്രുക്കളായിട്ടുള്ള ഈ മുസ്ലിങ്ങൾക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും അതുപോലെ തന്നെ ക്രിസ്ത്യാനികൾക്കും എതിരെ ഉപയോഗിക്കാനുള്ളതാണ്. അതിനുവേണ്ടി നമ്മുടെ ശക്തി സംഭരിച്ചു വെക്കണമെന്ന് പഠിപ്പിച്ചവരാണ് മറുഭാഗത്തുള്ള MS കോൾവാക്കറിൻ്റെ നേതൃത്വത്തിലുള്ള സ്വയം സേവക സംഘം, അഥവാ രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന് പറയുന്ന RSS. ഇതൊരു ഭാഗത്തുണ്ട്. ഈ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ നേതൃത്വത്തിലൂടെ വളർന്നു വന്നിട്ടുള്ള പ്രധാനമന്ത്രിയാണ് മോഡി. അദ്ദേഹമാണ് ഇപ്പോൾ മുസ്ലിങ്ങൾക്ക് ദേശസ്നേഹത്തിൻ്റെ സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുള്ളത് എന്നുള്ളത് വളരെ വസ്തുതാവിരുദ്ധ, അല്ലെങ്കിൽ വളരെ ചരിത്ര വിരുദ്ധമായിട്ടുള്ളൊരു കാര്യമാണ് എന്ന് നമുക്കറിയാം. അതോടൊപ്പം തന്നെ ഞാൻ പറയുന്നത് മറ്റൊരു കാര്യമാണ്, അഥവാ ഇതിനോടൊക്കെ തന്നെ ഞാൻ കൂട്ടി വായിക്കാൻ അല്ലെങ്കിൽ കൂട്ടി പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, KN കുഞ്ഞഹമ്മദ് അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം ഒരു പുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ ദേശസ്നേഹം എന്ന് പറഞ്ഞത് ഭരണകൂടം നൽകുന്ന ഒരു സർട്ടിഫിക്കറ്റാണ്. ആ ഭരണകൂടം നൽകുന്ന സർട്ടിഫിക്കറ്റ്, അഥവാ ഭരണകൂടത്തിൻ്റെ അടുത്ത് 2 സീലുണ്ട്. ആ സീല് ഒരാളെ പിടിച്ചിട്ട് ദേശസ്നേഹം എന്ന് പറഞ്ഞിട്ടൊരു സീൽ വെച്ച് കഴിഞ്ഞാൽ അയാൾ ദേശീയവാദിയായി, അഥവാ അയാൾ ദേശത്തിനോട് സ്നേഹമുള്ള വ്യക്തിയായി മാറി. അതേസമയം മറ്റൊരു ഭാഗത്ത് അയാൾ ദേശദ്രോഹിയാണ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു സീൽ വെച്ച് കഴിഞ്ഞാൽ അയാൾ ദേശവിരുദ്ധനായി മാറി. അങ്ങനെ ഒരു പശ്ചാത്തലമാണ് ഇന്ന്. ഭരണകൂടമാണ് ഒരാളെ ദേശീയവാദിയാക്കുന്നതും രാജ്യസ്നേഹിയാക്കുന്നതും, ഭരണകൂടമാണ് ഒരാളെ രാജ്യദ്രോഹിയാക്കി മാറ്റുകയും ചെയ്യുന്നത്. ഇതൊരു സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനൊരു മറുപക്ഷം എന്ന നിലയിൽ നമ്മൾ വമ്പിച്ച പ്രചാരണങ്ങൾ നടത്തിയാലും, ഞങ്ങൾ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് ഞങ്ങൾ രാജ്യസ്നേഹികളാണ്, ഞങ്ങൾക്ക് ഇങ്ങനത്തെ രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ചരിത്ര പശ്ചാത്തലമുണ്ട് എന്ന് നമ്മളിങ്ങനെ പ്രചരണം നടത്തുമ്പോൾ വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രമാണ് അതെത്തുക. വളരെ കുറഞ്ഞ ആളുകളുടെ മനസ്സിലേക്ക് മാത്രമാണ് നമുക്ക് എത്തിക്കാൻ കഴിയും. അതിനപ്പുറത്തേക്ക് ഞാൻ ചോദിക്കുന്നത്, നമുക്കറിയാലോ, ഇപ്പോൾ ഒരുപാട് എനിക്ക് പറയാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഇവിടെ എനിക്ക് പറയണമെന്നുണ്ട്, പക്ഷെ സമയം കുറവാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മളെ ക്യാമ്പസിലൊക്കെ എൻ്റെ പേര് അബൂബക്കറാണ്. ഞാൻ ചെറുതായിട്ട് വെള്ളമടിക്കും, ഞാൻ മാസത്തിൽ ഒരു ദിവസം വെള്ളമടിക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പറയുകയാണെങ്കിൽ അയാളൊരു മതേതരവാദിയാണ്. അപ്പോൾ മതേതരനായിട്ടുള്ള അബൂബക്കർ, അതേസമയം 5 വക്ത് നിസ്കരിക്കുന്നു, താടി വെക്കുന്നു, നമുക്ക് നിസ്കാരത്തായ്മയുണ്ട് എന്ന് പറയുമ്പോൾ അയാൾ തീവ്രവാദിയായ അബൂബക്കറായി മാറി. അപ്പോൾ ഇതൊരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കും, ഇങ്ങനെ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഒരു ദേശീയ മുസ്ലിം, അതുപോലെ തീവ്ര മുസ്ലിം എന്ന് പറഞ്ഞു. ദേശീയ മുസ്ലിം എന്ന് പറയുന്നത് ഇപ്പോൾ സെബിന ഹാസ്മിയെ കുറിച്ച് പറയും. അദ്ദേഹം സെബിന ഹാസ്മി എന്ന് പറഞ്ഞത് മുസ്ലിങ്ങളായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത്, അയാൾ സെബിന ഹാസ്മി മുംബൈയിൽ താമസിക്കുന്ന സമയത്ത് കോഴി ബിരിയാണി കഴിക്കുന്നു എന്നുള്ളതാണ് അയാൾ മുസ്ലിങ്ങളായിട്ടുള്ള ബന്ധം. ഇതൊരു ഭാഗത്ത് ഇങ്ങനെ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ദേശീയ സ്നേഹ മുസ്ലിങ്ങൾ, അതുപോലെ തന്നെ തീവ്ര മുസ്ലിങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഡിവൈഡേഷൻ നൽകി. ഇവിടൊക്കെ ഞാൻ പറഞ്ഞു വന്നത്, അഥവാ മുസ്ലിങ്ങളെ നിരന്തരമായിട്ട് മുസ്ലിങ്ങൾ ഞങ്ങൾ ഈ രാജ്യത്തെ സ്നേഹിക്കുന്നു, ഞങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി പണിയെടുക്കുന്നു, ഞങ്ങൾ ഈ രാജ്യത്തിനോടൊപ്പമാണ്, ഞങ്ങൾ തീവ്രവാദിയല്ല എന്ന് നിരന്തരമായി ഭരണകൂടത്തിൽ നിന്ന് ദേശസ്നേഹത്തിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ട ആളുകളായിട്ട് നമ്മൾ നിരന്തരമായിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് ഏതെങ്കിലും ഒരു സ്ഫോടനം നടക്കുമ്പോഴേക്കിന് എല്ലാ മുസ്ലിം സംഘടനകളും പറയും ഞങ്ങളല്ല നടത്തിയത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതിൽ ബന്ധമില്ല എന്ന് പറയേണ്ട ഒരു സ്ഥിതിയാണ്. അങ്ങനെ എല്ലാവരും ഞങ്ങളല്ല തീവ്രവാദികളും, അയാളാണ് തീവ്രവാദി എന്നുള്ള നിലക്ക് മറ്റുള്ളവരെ ചൂണ്ടിക്കാട്ടേണ്ട ഒരു അവസ്ഥയാണ്. അഥവാ നമ്മൾ ഭരണകൂടത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ദേശദ്രോഹികളല്ല, ഞങ്ങൾ ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദേശസ്നേഹത്തിൻ്റെ സർട്ടിഫിക്കറ്റ് നിരന്തരമായി വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കും. ഇതിനൊരു പരിഹാരം എന്ന നിലക്ക് ഞാനൊരു സൂചിപ്പിക്കുകയാണ്, ഇതിനൊരു പരിഹാരം എന്ന നിലയ്ക്ക് നമുക്ക് ഈ രീതിയിൽ ഈ മീഡിയകൾ, മീഡിയ എന്ന് പറയുന്നത് വലിയൊരു സ്രോതസ്സാണ്. ആ മീഡിയകളാണ് ഇന്ന് രാജ്യത്ത് മുസ്ലിങ്ങളെ ഒരു തീവ്രവാദിയാക്കുന്നതിൻ്റെ, അല്ലെങ്കിൽ രാജ്യദ്രോഹികളാക്കി മാറ്റുന്നതിന് പിന്നിലുള്ളത്. അവരെ അതിലേക്ക്, അതുപോലെ തന്നെ ചരിത്രം എഴുതുന്ന ആളുകൾ, ചരിത്രം വായിച്ചുകൊണ്ട് പലരും മുസ്ലിങ്ങളെ തെറ്റായ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നു, ചരിത്രം ആ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് അതിനൊരു പരിഹാരമായിട്ട് ചരിത്രത്തിലേക്ക്, അത് ചരിത്രം എഴുതുന്ന ആളുകൾ നമ്മളിൽ നിന്നുണ്ടായിക്കൂടെ,
അതുപോലെ തന്നെ പത്രപ്രവർത്തനങ്ങളിൽ മീഡിയകളിൽ നമ്മളിൽ ആളുകൾ ഉണ്ടായിക്കൂടെ? അതിനപ്പുറത്തേക്ക് അഥവാ ഗവൺമെന്റ് ഭരണകൂടം എന്ന് പറയുന്നത് ഡോക്ടർ BR അംബേദ്കർ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഭരണഘടന വളരെ നല്ല ഭരണഘടനയാണ്, ഭരണഘടന വളരെ ശുദ്ധമാണ്, വളരെ വ്യക്തമാണ്. പക്ഷേ ഭരണഘടന ആരാണോ കൈകാര്യം ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും ആളുകൾക്ക് നീതി കിട്ടുക എന്ന് BR അംബേദ്കർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഭരണഘടന നടപ്പിലാക്കുന്ന ഭരണകൂടം നമ്മൾ കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് ഒരു രാഷ്ട്രീയ മുന്നേറ്റം മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്ന്, അതുപോലെ തന്നെ മുസ്ലിങ്ങളുമായി സഹകരിക്കുന്ന ഈ മുസ്ലിങ്ങളെ പോലെ തന്നെ ഈ ദുരിതം അനുഭവിക്കുന്ന മറ്റൊരു വിഭാഗമുണ്ട്, ദളിതുകൾ എന്ന് പറയുന്നത്. അവരൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാക്കുകയും ആ രാഷ്ട്രീയ മുന്നേറ്റത്തിലൂടെ അല്ലെങ്കിൽ ഈ മീഡിയകളിലൂടെ അതുപോലെ തന്നെ ചരിത്രപരമായ ചരിത്ര മുന്നേറ്റങ്ങളിലൂടെ നമുക്ക് ഈ രാജ്യത്തെ ഞങ്ങളും ഈ രാജ്യത്തിൻ്റെ ആളുകളാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് നമുക്ക് മാറിക്കൂടെ? അങ്ങനെ എല്ലാ ദിവസവും നമ്മൾ വാങ്ങുന്നവരായി മാറാതെ നമുക്കൊരു കാലത്ത് കൊടുക്കുന്നവരായി മാറാൻ നമുക്ക് സാധിക്കില്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അബൂബക്കർ സാഹിബ് അഡ്വക്കറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് വാദങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുകയാണ്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെല്ലാം വളരെ സുന്ദരമാണ്. തീർച്ചയായും ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നതും ഏറ്റവും പ്രധാനമായി അത് തന്നെയാണ്. കുറേ കാലമായി മുസ്ലിങ്ങളെ നിങ്ങൾ ഈ രാജ്യത്തെ സ്നേഹിക്കാത്തവരാണ്, ഈ രാജ്യത്ത് നിന്ന് നിങ്ങൾക്ക് നീതി ലഭിക്കാത്തവരാണ്, നിങ്ങൾക്ക് ഈ രാജ്യത്തെ ഒരിക്കലും സ്നേഹിക്കാൻ കഴിയില്ല, രാജ്യത്തെ ഇഷ്ടപ്പെടാൻ കഴിയില്ല, രാജ്യത്തെ എതിർക്കാനേ കഴിയൂ, രാജ്യത്തിൻ്റെ ശത്രുവായി നിൽക്കാനേ കഴിയൂ എന്ന് മുസ്ലിങ്ങളോട് നിരന്തരമായി മീഡിയയും അതല്ലാത്ത കാര്യങ്ങളുമെല്ലാം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു പ്രചാരണത്തിനപ്പുറത്തുള്ളൊരു തലമുണ്ട്. ലോകത്ത് ഭീകരവാദം, മുസ്ലിങ്ങൾ ഭീകരരാണ് എന്നുള്ള പ്രചാരണം വഴി സാമ്രാജ്യത്വം ഉദ്ദേശിച്ച രണ്ട് ഫലങ്ങളുണ്ട്. ഒന്ന് ഇസ്ലാമിൻ്റെ സാംസ്കാരിക മുന്നേറ്റത്തെ തടക്കുക. രണ്ട്, മുസ്ലിങ്ങൾക്ക് തങ്ങൾക്ക് പ്രശ്നപരിഹാരത്തിന് ഭീകരത മാത്രമേ പരിഹാരമുള്ളൂ, ഭീകരത മാത്രമേ മാർഗമുള്ളൂ എന്നൊരു ബോധം സൃഷ്ടിക്കുക. ഈ ബോധം സൃഷ്ടിക്കുക വഴിയാണ് മുസ്ലിങ്ങൾക്കിടയിൽ നിന്നുള്ള സാമ്പിളുകളെ ഭീകരവാദത്തിൻ്റെ വിഷയത്തിൽ എടുത്തുകൊണ്ടുവരാൻ കഴിയുന്നത്. ഇതേപോലെ തന്നെ മുസ്ലിങ്ങൾ നിങ്ങൾക്ക് ദേശസ്നേഹമില്ല ഇല്ല 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 എന്നുള്ള പ്രചാരണം വഴി ഞങ്ങൾക്കതൊന്നുമില്ല എന്ന് മുസ്ലിങ്ങൾക്ക് തന്നെ ഒരു തരത്തിലുള്ള ബോധമുണ്ടാക്കുക എന്നൊരു പ്രോസസ്സ് ഇവിടെ നിർവഹിക്കപ്പെടുന്നുണ്ട്. വളരെ സമർത്ഥമായി പുതിയ തലമുറയുടെ തലച്ചോറിലേക്ക് ഈ രാജ്യവുമായി നമ്മളെ ബന്ധം എന്ന് പറയുന്നത് കേവലം ഒരു കൊടുക്കൽ വാങ്ങൽ ബന്ധം മാത്രമാണ് എന്ന ഒരു ബോധം സൃഷ്ടിക്കാനുള്ള ബോധപൂർവമായ ശ്രമമുണ്ട്. ഈ ശ്രമം അതിൻ്റെ കടക്ക് കത്തിവെക്കുവാനുള്ള പരിശ്രമങ്ങൾ മുസ്ലിം സമുദായത്തിൽ നിന്ന് ബോധപൂർവം ഉണ്ടാകേണ്ടതുമുണ്ട്. ഈ രാജ്യം നമ്മുടേത് കൂടിയാണ്. ഇവിടെ നമുക്കുള്ള അവകാശങ്ങൾ ആരെങ്കിലും വകവെച്ച് തരേണ്ടതല്ല. എന്തുകൊണ്ടെന്നാൽ നാം ഈ രാജ്യത്തിൻ്റെ സന്തതികളാണ്, ഇവിടുത്തെ പൗരന്മാർ. നമുക്ക് നമ്മുടെ ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ മുഴുവനും നമുക്ക് വകവെച്ച് ലഭിക്കേണ്ടതാണ്. ഈ ബോധമുണ്ടാകണമെങ്കിൽ രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്വമുള്ള പൗരന്മാരാണ് തങ്ങൾ എന്നുള്ള ബോധമുണ്ടാകണം. ആ ബോധമുണ്ടാകണമെങ്കിൽ നമുക്ക് നമ്മുടെ ചരിത്രത്തെക്കുറിച്ചുള്ള ബോധമുണ്ടാകണം. നാം ഏത് രൂപത്തിലാണ് ഈ നാടിനെ സ്നേഹിച്ചതെന്നും നാടിന് വേണ്ടി നിലനിന്നതെന്നും നമ്മൾ അറിയണം. നമ്മൾ അറിയുമ്പോൾ നമ്മുടെ ചരിത്രത്തിൽ നിന്നാണ് നമ്മുടെ കാലുകൾ മുന്നോട്ട് ചലിക്കുന്നത്. ചരിത്രത്തിൻ്റെ ഏറ്റവും വലിയൊരു ദൗത്യം കൂടി അതാണ്. ആ ദൗത്യം നിർവഹിക്കാൻ വേണ്ടിയാണ് ഇത്തരം പ്രോഗ്രാമുകൾ നമ്മൾ സംഘടിപ്പിക്കുന്നത്. ഇവിടെ പറഞ്ഞതുപോലെ മീഡിയയിൽ നമുക്ക് ഇടപെടലുകൾ നടത്തേണ്ടതുണ്ട്. അതേപോലെ തന്നെ രാഷ്ട്രീയ രംഗത്ത് ഇടപെടലുകൾ നടത്തേണ്ടതുണ്ട്. ചരിത്ര രചനാ രംഗത്ത് ഇടപെടലുകൾ നടത്തേണ്ടതുണ്ട്. അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇടപെടലുകൾ നടത്തേണ്ടതുണ്ട്. ആ ഇടപെടലുകൾക്കെല്ലാമുള്ള പ്രചോദനമായി ഇത്തരം പരിപാടികളെ കണ്ടാൽ മതി.
തീർച്ചയായും അബൂബക്കറിനെ പോലെയുള്ള ആളുകൾക്ക് അവർക്ക് അഡ്വക്കറ്റുകളായി മാറുമ്പോൾ നിയമകൂടത്തിലും നിയമവ്യാഖ്യാനത്തിലും ഭരണഘടനയെക്കുറിച്ച് അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചതുപോലെ വളരെ സുന്ദരമായൊരു ഭരണഘടന, പക്ഷേ അത് വ്യാഖ്യാനിക്കുന്നിടത്തും അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നിടത്തും അത് നടപ്പാക്കുന്നിടത്തുമാണ് പ്രശ്നങ്ങൾ വരിക. അവിടെയെല്ലാം ഇടപെടലുകൾ നടത്താൻ കഴിയും. ആ ഇടപെടലുകൾ നടത്താൻ കഴിയുന്ന രൂപത്തിലുള്ള പ്രചോദനം ഉണ്ടാകേണ്ടതുണ്ട് സമുദായത്തിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന്. ഇത്തരം പരിപാടികളെ കൊണ്ട് നമ്മൾ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് അത്തരം പ്രചോദനമാണ്. തീർച്ചയായും രാഷ്ട്രീയമായി കേരളം തന്നെ നല്ലൊരു മോഡലാണല്ലോ. ജനാധിപത്യത്തെ, മതനിരപേക്ഷതയെ കേരളീയ മുസ്ലിം സമൂഹം ഉപയോഗപ്പെടുത്തിയതുപോലെ മറ്റാരും ഇന്ത്യ രാജ്യത്ത് ഉപയോഗപ്പെടുത്തിയിട്ടില്ല. ആ രാഷ്ട്രീയമായ ചായയോ അല്ലെങ്കിൽ രാഷ്ട്രീയമായ മുഖമോ നൽകേണ്ട എൻ്റെ സംസാരത്തിന്. തീർച്ചയായും അതിന് കേരളത്തിൻ്റെതായ ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടാകാം. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിലെ മുസ്ലിം സമുദായം, ഏത് രാഷ്ട്രീയ പാർട്ടി എന്നൊന്നും എൻ്റെ ചർച്ചയല്ല, കേരളത്തിലെ മുസ്ലിം സമുദായം ജനാധിപത്യ മതനിരപേക്ഷ ക്രമത്തെ ഉപയോഗപ്പെടുത്തിയതുപോലെ മറ്റ് ഇന്ത്യ രാജ്യത്ത് ആരും ഉപയോഗപ്പെടുത്തിയിട്ടില്ല. യഥാർത്ഥത്തിൽ അത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാത്രമല്ല, ലോകത്ത് തന്നെ മതനിരപേക്ഷത നിലനിൽക്കുന്ന സ്ഥലത്തുള്ള മുസ്ലിങ്ങൾക്കുള്ള നല്ലൊരു മോഡലാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കേരളത്തിലെ മുസ്ലിം സമുദായം തീവ്രവാദത്തിൻ്റെയോ ഭീകരവാദത്തിൻ്റെയോ കലാപത്തിൻ്റെയോ മാർഗങ്ങളിലേക്ക് പോയിക്കൊണ്ടല്ല മുസ്ലിങ്ങളുടെ യശസ്സും മുസ്ലിങ്ങളുടെ അഭിമാനവും മുസ്ലിങ്ങളുടെ സ്ഥാപനങ്ങളും എല്ലാം നിലനിർത്തുവാൻ ആവശ്യമായൊരു സംവിധാനം ഇവിടെ ഉണ്ടാക്കിയത്. കേരളത്തിൽ ഒരു കാര്യം നമുക്കെല്ലാവർക്കും അംഗീകരിക്കേണ്ടി വരും, കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് വ്യതിരിക്തമായൊരു അസ്തിത്വമുണ്ട്, അവർക്ക് വ്യക്തമായ അഭിമാനകരമായൊരു വ്യക്തിത്വമുണ്ട്. ഇതിന് പിന്നിൽ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ കൈയുണ്ട്, അതിൻ്റെ പ്രവർത്തനങ്ങളുണ്ട്, ഇതെല്ലാം ശരിയാണ്. പക്ഷെ അതോടൊപ്പം തന്നെ ആ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ പ്രചോദനം കൊണ്ട് തന്നെ ഉണ്ടായി വന്ന കേരളത്തിലെ രാഷ്ട്രീയ നിലപാടുകൾ അതിനുള്ള കാരണം കൂടിയാണ്. രാഷ്ട്രീയ നിലപാടെന്ന് പറഞ്ഞാൽ ജനാധിപത്യ മതനിരപേക്ഷ ക്രമത്തെ ഏറ്റവും ഭരണഘടനാപരമായി മുസ്ലിം സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി, മുസ്ലിം സമുദായത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി, മുസ്ലിം സമുദായത്തിൻ്റെ അവകാശ സംരക്ഷണങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ്. ആ രംഗത്ത് തീർച്ചയായും കാൽവെപ്പുകൾ അഖിലേന്ത്യാ തലത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അത്തരം പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അവിടെയുണ്ട്. അതേപോലെ തന്നെ മീഡിയകളുടെ രംഗത്ത് അബൂബക്കർ സൂചിപ്പിച്ചതുപോലെ മീഡിയയുടെ രംഗത്തൊരു പുതിയ മീഡിയയല്ല, മറിച്ച് ആ മീഡിയകൾക്കകത്ത് രാജ്യത്തെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള മീഡിയകളുടെ അകത്ത് ഫ്രീലാൻസിൽ വർക്ക് ചെയ്യാനോ മീഡിയകളുടെ അകത്ത് പ്രവർത്തിക്കുവാനോ ചെയ്ത് പൊതുസമൂഹത്തിന് ഇസ്ലാമിക സമൂഹത്തിൻ്റെ സ്പന്ദം എത്തിച്ചു കൊടുക്കാൻ കഴിയുന്ന മീഡിയ പ്രവർത്തനങ്ങൾ നടക്കേണ്ടതുണ്ട്. ചരിത്രത്തിൻ്റെ രംഗത്ത് ചരിത്രം തമസ്കരിച്ച കാര്യങ്ങളെ യഥാർത്ഥത്തിൽ പ്രശോഭിതമായ വെളിച്ചത്തിൽ അവതരിപ്പിക്കുവാൻ ആവശ്യമായ പരിശ്രമങ്ങൾ നടക്കേണ്ടതുണ്ട്. ഇവിടെയെല്ലാം മുസ്ലിങ്ങൾ അടിസ്ഥാനപരമായി പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മുസ്ലിങ്ങളാവുക എന്നതാണ്. മുസ്ലിങ്ങളാകുമ്പോൾ ഇതെല്ലാം മുസ്ലിങ്ങൾക്ക് നടത്താൻ കഴിയും. മുസ്ലിമാവുക എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ സ്വന്തം ജീവിതത്തിൽ ഇസ്ലാമിനെ സംരക്ഷിക്കുന്നവരാവുകയും മറ്റുള്ളവർക്ക് ഇസ്ലാമിനെ യഥാരൂപത്തിൽ എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരാവുക എന്നാണ്. ആ ശ്രമത്തിൻ്റെ ഭാഗം കൂടിയാണ് ഇത്തരം ഒരു പ്രോഗ്രാം. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഭീകരവാദവും തീവ്രവാദവും ഒന്നും ഇസ്ലാമിൻ്റെ ഡിക്ഷണറിയിലുള്ളതല്ല, അത് മറ്റുള്ളവർ പഠിപ്പിച്ചതാണ്. ഇസ്ലാം സമാധാനത്തിൻ്റെ ശാന്തിയുടെ ദർശനമാണ്. ആ ഇസ്ലാം ഇന്ത്യ രാജ്യത്തിലേക്ക് കടന്നു വന്നത് ശാന്തിയോടുകൂടിയാണ്, അത് പ്രചരിപ്പിക്കപ്പെട്ടത് ശാന്തിയോടുകൂടിയാണ്, സമാധാനത്തോടു കൂടിയാണ്. ഇസ്ലാമിന് ഇന്ത്യയിലെ ജനങ്ങൾക്ക് നൽകിയത് ശാന്തിയാണ്, സമാധാനമാണ്. അന്നത്തെ ലോകക്രമത്തിൽ സംഭവിച്ചതുപോലെയുള്ള രാജകീയമായ നീക്കങ്ങൾ എല്ലായിടത്തും നടന്നിട്ടുണ്ട്. അത്തരം നീക്കങ്ങൾ ഇന്ത്യ രാജ്യത്തിലേക്ക് നടന്നിട്ടുണ്ട്. അത് ഇന്ത്യയിലെ മുസ്ലിങ്ങളായിട്ടുള്ള രാജാക്കന്മാരും ഹിന്ദുക്കളായിട്ടുള്ള രാജാക്കന്മാരും എല്ലാം ചെയ്തിട്ടുണ്ട്. അവിടെയെല്ലാം രാജ്യത്തിൻ്റെ പുരോഗതിയാണ് ആത്യന്തികമായി ഉണ്ടായത്, രാജ്യത്തിൻ്റെ അഭിവൃദ്ധിയാണ് ഉണ്ടായത്. എന്നാൽ പിൽക്കാലഘട്ടത്തിൽ നാടിനെ നശിപ്പിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്യുവാൻ വേണ്ടി കടന്നു വന്ന ആളുകൾ, അത് ആടെ സാമ്രാജ്യത്വവും അധിനിവേശവും കടന്നു വന്നത്.
നഷ്ടപ്പെട്ടത്. അവരാണ് നാട്ടിനെ പിന്നിലേക്ക് നയിച്ചത്. ഈ നാട്ടിനെ ചൂഷണം ചെയ്തത് അവരാണ്. ഈ നാടിനെ അസ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചത് അവരാണ്. അവരിൽ നിന്ന് നാട്ടിനെ നന്മകളിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ത്യാഗം സഹിച്ചവരാണ് ഇന്ത്യ രാജ്യത്തിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളുമെല്ലാം. അവരുടെ ആ ചരിത്രപരമായ ദൗത്യത്തെ നമ്മൾ മുന്നോട്ട് വെക്കുന്നത് ഇസ്ലാമിക സമൂഹത്തിന് ലോകത്തിൻ്റെ മുന്നിൽ പറയാനുള്ള ശാന്തിയുടെ, സമാധാനത്തിൻ്റെ സന്ദേശത്തെ കൂടി പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്.